ദുബായിൽ മോളുടെ താമസ സ്ഥലത്ത് ഞാൻ ഏതാനും ദിവസം താമസിക്കാൻ ഇടയായി. അവർ മോനും മോളും ഓഫീസുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ അവിടെ ചെന്നിരിക്കുന്ന ചില ചെടി ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും മറ്റുമൊക്കെ ദൃശ്യങ്ങൾ ഒന്ന് പകർത്താം എന്ന് വിചാരിച്ചുകൊണ്ട് ആണ് ഈ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കുന്നത്. സമയം പോകാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. അവിടെ ഫ്ലാറ്റിൽ ഇരിക്കുക തന്നെ. വെളിയിലേക്ക് ബാൽക്കണി തുറന്ന് വെളിയിലേക്ക് നോക്കി. അങ്ങകലെ അടുത്തും വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലാറ്റുകളൊക്കെ വിവിധങ്ങളായ ദൃശ്യങ്ങൾ. അനേകം ആളുകൾ അവിടെയൊക്കെ താമസിക്കുന്നുണ്ടാവും. അകത്തെ ഇൻഡോർ പ്ലാന്റ്സിനോടൊപ്പം വെളിയിലെ ബാൽക്കണിയിലും മോള് കുറേ ചെടിച്ചട്ടികൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലും കുറേയധികം പ്ലാന്റ്സൊക്കെ ഉണ്ട്. വീണ്ടും ബാൽക്കണിയിലേക്ക് ഞാൻ ദൂരെ കണ്ണോടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു കൊണ്ടിരിക്കുന്ന കാഴ്ച. ഒന്ന് അകലത്തേക്ക് കണ്ണോടിച്ച് നോക്കി. അകലെ ഷേക്ക് ചെയ്ത റോഡ് കാണാം. അതിലൂടെ വാഹനങ്ങൾ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതും കണ്ടിങ്ങനെ അവിടെ ഇരിപ്പാണ്. വീണ്ടും ബാൽക്കണി ഗാർഡൻ സെറ്റ് ചെയ്ത് ഇന്നതിലേക്ക് ഞാനൊന്ന് കയറി കണ്ണോടിച്ച് നോക്കി. അവിടെ വിവിധ തരം അലോവരകൾ, കള്ളിമുള്ള്, കാക്ടസ്, അഗ്ലോണിമ, അങ്ങനെ നിരവധി ചെടികൾ വളർത്തുന്നുണ്ട്. ബാൽക്കണി ഗാർഡൻ എന്ന് പറയാം. ഇൻഡോർ ഗാർഡനും ഉണ്ട്. അതോടൊപ്പം ബാൽക്കണിയിലും ഇത്രയൊക്കെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം മോളുടെ ഒരു ഹോബി ആയിരിക്കും. ഞാൻ അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വീണ്ടും ആ ചെടികളിലേക്ക് നോക്കി. പൂച്ചെടികളൊന്നും വിരിയുന്നില്ല, പൂക്കളൊന്നുമില്ല. എന്നാണ് ഈ ചട്ടികളിലൊക്കെ പൂക്കൾ വിരിയുക എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴാണ് ഒരു കിളി പറന്നു പോകുന്ന ദൃശ്യം ഞാൻ കണ്ടത്. ചെടിച്ചട്ടിയിൽ ഒരു കിളി ഇരിക്കുന്നുണ്ട് ബാൽക്കണിയിൽ. എന്താവാം കിളിക്ക് ചെടിച്ചട്ടിയിലിരിക്കുന്ന കാര്യം? അനധികൃതമായി വന്ന് കയ്യേറിയിരിക്കുന്നുണ്ടല്ലോ. ഞാനത് വീണ്ടും ഒന്ന് അടുത്തേക്ക് തന്നെ ചെന്നു. ക്യാമറ നേരെ തൊട്ടടുത്ത് സൂം ചെയ്തുകൊണ്ട് അടുത്ത് ചെന്നപ്പോൾ ആ ചിറകുകൾ വിടർത്തി വേണ്ട വേണ്ട എന്ന് എന്നോട് പറയുന്നു. കിളി 2 മുട്ടകളാണ് ഇട്ടിരിക്കുന്നത്. അവിടെ അടയിരിക്കുകയാണ്. ചെടി വിരിഞ്ഞില്ലെങ്കിൽ എന്ത്, 2 മുട്ടകൾ അവിടെ വിരിയിച്ചെടുത്തു. വീണ്ടും ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. മുട്ടകൾ അവിടെ ഇരിപ്പുണ്ട്. കിളി പോയി. അമ്മ കിളിയും അച്ഛൻ കിളിയും ഇപ്പോൾ ആഹാരം തേടി പോയിരിക്കുകയാണ്. വീണ്ടും ബാൽക്കണിയിലെ ചെടികളിലൊക്കെ കണ്ണോടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ വെറും ഒരു പക്ഷി നിരീക്ഷകനായി ഡോക്ടർ സാലിം അലിയെ ഒക്കെ ഞാൻ ഓർത്തു. പക്ഷി നിരീക്ഷണം ഒരു കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ്. വിവിധതരം കിളികൾ, അവരുടെ ഒച്ചകൾ, അവരുടെ ഗാനം, ഇതൊക്കെ കേൾക്കാൻ എന്ത് രസവും ഭംഗിയുമാണല്ലേ. അപ്പോൾ ഞാനൊരു പക്ഷി നിരീക്ഷകനായി വീണ്ടും എന്നും അതിലേക്ക് നോക്കും.
മുട്ടകൾ എന്നാണാവോ വിരിയുക? പൂ വിരിഞ്ഞില്ലെങ്കിൽ എന്ത്, 2 മുട്ടകൾ ചെടിച്ചട്ടിയിൽ വിരിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വീട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ലവ് നേച്ചർ എന്നാണ്. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണമെന്നല്ലോ. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഞാനും ഒരു കാർഷിക ബിരുദധാരിയാണെങ്കിലും ഇത്രയും ചെടികളൊന്നും പരിപാലിക്കാൻ എനിക്ക് ആവുന്നില്ല, കഴിയുകയില്ല. അവിടെ ഒരു ഫിഷിനെയും വളർത്തുന്നുണ്ട്, അക്വേറിയം, ചെറിയൊരു അക്വേറിയം. ആ ഫിഷ് അവിടെ പുറകെ കിടക്കുക ആവോ. നല്ല ഓക്സിജൻ കിട്ടാൻ ഇൻഡോർ പ്ലാന്റ്സ് വളരെ ഉതകുന്നതാണ്. കിളികൾ പറന്ന് നടക്കുകയാണ്. ദുബായിൽ എങ്ങനെയാണ് വൃക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല. അതിന് പിന്നെ എവിടെയായി ഇരിക്കേണ്ടേ? എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമല്ലോ. അതിനൊരു കൂട് ചെടിച്ചട്ടി അത് തിരഞ്ഞെടുത്തു. ഒരു കരിയില കിളി ആണെന്ന് തോന്നുന്നു, ചാരനിറത്തിലുള്ള കിളി. അത് അടയിരിക്കുക തന്നെയാണ്, മാറിപ്പോകുന്നേയില്ല. അടുത്തൊക്കെ ചെന്ന് നോക്കി, ഒരു കുലുക്കവുമില്ല. ഒന്നിനെയും ഉപദ്രവിച്ചു കൂടല്ലോ. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണമല്ലോ. അടുത്ത് ചെന്ന് നിന്നിട്ടും അനങ്ങുന്നില്ല, അവിടെ തന്നെ ഇരിപ്പാണ്. മുട്ട വിരിയിക്കാനാണ്. കിളികളെ വളർത്തുന്ന, ചെടിച്ചട്ടിയിൽ കിളി വളർത്തുന്ന മോളാണ് ഈ കാണുന്നത്. വീണ്ടും ചെടികൾ അതിലേക്ക് കണ്ണോടിച്ചു. ഹായ്, ഇപ്പോൾ 2 മുട്ടകൾ വിരിഞ്ഞ് 2 കുഞ്ഞു കിളികൾ അവിടെ വിരിഞ്ഞിരിക്കുകയാണ്. ചാരനിറത്തിലുള്ള 2 മിടുക്കി കിളികൾ വളർന്നു വരുന്ന ആകാശത്തിലേക്ക് പറന്നുയരട്ടെ. പ്രകൃതിയെ നമുക്ക് സ്നേഹിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.